സുന്ദരമായിട്ടുള്ള ത്രിസന്ധി ഇവിടെയായിരിക്കാൻ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം ഈ സ്നേഹപ്രകടനങ്ങളും ഈ കൂട്ടായ്മയുമൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഈ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പിന്നിൽ ഭക്ഷണത്തിൻ്റെ രുചിയും കൂടി ചേരുമ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷപ്രദമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഗോൾബേ ഭാഗത്ത് മാത്രമല്ല, അയർലൻഡിൻ്റെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഭക്ഷണത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഓടി വരുന്ന പേരുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ പാലക്കാരൻ തന്നെയാണ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിന് ക്രിസ്മസ് സന്ദേശം തന്നെയാണ് നമുക്ക് നൽകേണ്ടത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്ത് സന്ദേശമാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണ്. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത, നാട്ടിലാണെങ്കിൽ നാടുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അവിടെ ജോർജ് ആശ്രമത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ജോർജിന് തീർച്ചയായിട്ടും അത് ഒരു ഇരട്ടിപ്പായിരിക്കും. ഓക്കെ, എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത, ക്രിസ്മസ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുനാളാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ആട്ടിടയന്മാരെ അറിയിച്ച കാര്യമാണ് നമ്മളെല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം മുഴുവൻ, നമുക്കൊരു ഓമനപ്പേരുണ്ട്. നമ്മുടെ ഓമനപ്പേരാണ് പ്രവാസികൾ എന്നുള്ളത്. ഇത് നമ്മുടെ സ്വന്തം നാടല്ലാത്തത് കൊണ്ട് നമ്മൾ പ്രവാസികളാണ്, കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട്. അപ്പം നമ്മുടെ പേര് പ്രവാസികൾ എന്ന് പറയുന്ന ഒരു പൊതു പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ പ്രവാസികൾ എന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് ചൊവ്വയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു പേരിന് ഒരു നെഗറ്റീവ് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതൊരു നെഗറ്റീവ് ടേസ്റ്റിൻ്റെ ആവശ്യമില്ല, അത് പോസിറ്റീവ് തന്നെ ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി സാധിക്കണം. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഈ ലോകത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്, അവകാശപൂർവ്വം ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് മാത്രമേ അവകാശമുള്ളൂ. എന്തുകൊണ്ടാണ്? അതിന് കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് ഈശോയുടെ ജനനമാണ്. ഈശോ എന്ന് പറയുന്ന ആളാരാണ്? ഈ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാസികളുടെ നേതാവാണ് ഈശോ. ഈ ലോകത്തിൽ ഈശോയുടെ അത്രയും പ്രവാസം അനുഭവിച്ച ഒരു വ്യക്തി വേറെയില്ല. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്ന ഓമന പേര് കൊണ്ട് നമ്മൾ വിളിക്കുന്ന ആ തിരുനാളിന് മറ്റൊരു പേരുണ്ട്, പ്രവാസിയുടെ ജനന തിരുനാളാണ്. ഒരു വലിയ പ്രവാസിയുടെ ജനന തിരുനാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഏകജാതൻ സ്വർഗത്തിലെ മഹിമ പ്രതാപങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭൂമിയിലേക്ക് മനുഷ്യന്റെ രൂപം ധരിച്ച് പിടിയെത്തി. അപ്പോൾ സ്വർഗമാകുന്ന ഭവനത്തിൽ നിന്ന് ഈ ഭൂമിയാകുന്ന സ്ഥലത്തേക്ക് പ്രവാസിയായിട്ട് വന്നവൻ ഈശോ തന്നെയാണ്. അപ്പോൾ ആ പ്രവാസിയുടെ തിരുനാളാണ്, ജനന തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ യേശുവാകുന്ന പ്രവാസിയുടെ ജന്മ തിരുനാൾ ആഘോഷിക്കാൻ ആർക്ക് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്? പ്രവാസികൾക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നേതാവ് ക്രിസ്തു തന്നെയാണ്. ഏറ്റവും വലിയ പ്രവാസി, ആദ്യത്തെ പ്രവാസി ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിന്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് മാലാഖമാര് പാടിയ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഇതുപോലെ എല്ലാ വീടുകളും തന്നെ അലങ്കരിച്ച് ലൈറ്റൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരാണ് എല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ. അത് ശരിക്കും സമാധാനത്തിന്റെ സന്തോഷമാണ്, സ്നേഹത്തിന്റെ സന്തോഷമാണ്. ആരെയും മാറ്റി നിർത്താത്ത സ്നേഹമാണ് ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ പുൽക്കൂട്ടിൽ വന്ന് പിറന്നത്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് പുൽക്കൂട്ടിൽ വന്ന് പിറന്നത്? ദൈവപുത്രൻ ജനിക്കേണ്ടത് കൊട്ടാരത്തിലല്ലേ?
കൊട്ടാരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ആട്ടിടയന്മാർക്ക് അവിടെ കയറാനുള്ള അവകാശം ഉണ്ടാകുമായിരുന്നില്ല. ആട്ടിടയന്മാർക്കോ അല്ലെങ്കിൽ ജ്ഞാനികൾക്കോ ഒന്നും കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ പോലും എത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുൽക്കൂട്ടിൽ പിറന്നതുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കും അവിടെ പോയിട്ട് കാണാൻ വേണ്ടി പറ്റും. കൊട്ടാരത്തിലായിരുന്നെങ്കിൽ യേശു ജനിച്ച് അവന്റെ ബാല്യകാലമൊക്കെ കഴിഞ്ഞ് യൗവനമൊക്കെ ആയി കഴിഞ്ഞ് അവന്റെ പാസ്റ്റർ വർക്ക് തുടങ്ങുന്ന സമയത്ത് മാത്രമേ അവനെ ജനത്തിന് കാണാൻ വേണ്ടി പറ്റുമായിരുന്നുള്ളൂ. അതുവരെ അവൻ കൊട്ടാരത്തിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുമായിരുന്നു, രാജകുമാരനായിട്ട് കഴിയുമായിരുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത്. എല്ലാവർക്കും അവനെ കാണാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും കാണാൻ വേണ്ടി അവൻ ഏറ്റവും താഴെക്കടയിലുള്ള ഒരു വീട്ടിൽ പോലുമല്ല, കന്നുകാലിക്കൂട്ടിൽ വന്ന് പിറക്കുന്ന യേശുവിനെ കാണാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും അവനെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അവിടെ ജാതിയില്ല. എനിക്കറിയാം ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമായിരിക്കുകയില്ല. ക്രിസ്ത്യാനികൾ ഉണ്ടാവും, ഹിന്ദുക്കൾ ഉണ്ടാവും, മുസ്ലിങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നാനാജാതി മതസ്ഥരെല്ലാം ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ലിംഗമില്ല, എല്ലാം തുല്യരാണ് ഈ പുൽക്കൂടിന്റെ മുൻപിൽ. അതാണ് പുൽക്കൂടിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. പ്രവാസികൾക്ക്, ഏറ്റവും താഴെക്കിടയിലുള്ളവർക്കും ഏറ്റവും മുതിർന്നവർക്കും ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. ഈ മനോഹരമായിട്ടുള്ള തിരുനാള് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെതാകട്ടെ, സ്നേഹത്തിൻ്റെതാകട്ടെ, സൗഹൃദത്തിൻ്റെതാകട്ടെ, എല്ലാവരും ഉൾക്കൊള്ളുന്നതാകട്ടെ. നമ്മുടെ മനസ്സും ഹൃദയവുമൊക്കെ ഈ പുൽക്കൂട് പോലെ തുറന്നിടുകയാണെങ്കിൽ ആർക്കും വരാം, ആർക്കും പ്രവേശിക്കാം. അതാണ് ക്രിസ്മസ് സന്ദേശം. ദൈവം നമ്മുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.